എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഫ്ലവർ ക്യാപിറ്റൽ കാണിക്കും. അവിടെ വലിയൊരു പെട്ടിയിൽ ഇപ്പം നമ്മുടെ വിശ്വസുന്ദരിയുടെ ബോഡി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് ആർക്കും തന്നെ അറിയില്ല വിശ്വസുന്ദരി അവളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം. ഫ്ലവർ ക്യാപിറ്റലിലും ഐലാൻഡിലുള്ള എല്ലാവരും ഈ ഒരു ന്യൂസ് അറിഞ്ഞ് ഒരുപാട് വിഷമത്തിൽ ആ ഒരു ബോക്സിലേക്ക് തന്നെ നോക്കും. അവരുടെ ഐലാൻഡിൽ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവളും അവരുടെ ഐലാൻഡിനെ തന്നെ ഐശ്വര്യവുമായിരുന്നു സാക്ഷാൽ വിശ്വസുന്ദരി പെണ്ണ്. അവളെയാണ് ഇപ്പോൾ അവർക്കെല്ലാം നഷ്ടമായത്. മറ്റൊരു ഭാഗത്ത് ഒറോച്ചിയാണെങ്കിൽ ആ ഫ്ലവർ ക്യാപിറ്റൽ ലക്ഷ്യമാക്കി അങ്ങനെ ദേഷ്യത്തിലും സങ്കടത്തിലും ഓടി വരികയാണ്. കാരണം അവസാനമായിട്ട് അവളുടെ ഫ്യൂണറൽ ചടങ്ങിന് ഒറോച്ചിക്ക് പങ്കെടുക്കണം. അവളെ അവൻ്റെ ജീവിത സഖിയാക്കി മാറ്റാനാണ് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. പക്ഷേ അതിനെനിക്ക് കഴിയില്ല. അതിന് പകരമായിട്ട് ഒറോച്ചിയുടെ മനസ്സിന് ആശ്വാസം പകരുന്ന മറ്റൊരു കാര്യം അവിടെ നടക്കാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ചിരിക്കൂട്ടന്റെ എക്സിക്യൂഷൻ. അത് കണ്ട് എൻ്റെ വിഷമവും സങ്കടവും ഒക്കെ ഞാൻ അടക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒറോച്ചിയാണെങ്കിൽ ഓടി അടുക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ക്വീൻ. അവനെ കൊണ്ടാണെങ്കിലും ഈ ഒരു വിഷമം സഹിക്കാൻ കഴിയില്ല. കാരണം അവനും വിശ്വസുന്ദരിയെ ഒരുപാട് ഇഷ്ടമാണ്. ട്രാൻസ്പോർട്ടേഴ്സ് നെയിലൂടെ വിശ്വസുന്ദരി അവൾ എവിടെയാണെന്ന് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ എവിടെയും അവളെ കാണാൻ സാധിക്കില്ല. ലോങ് ഷോട്ടിലായിട്ട് ഇപ്പോൾ ഒരു സെല്ലിൽ നിന്ന് ചിരിക്കുട്ടനെ പുറത്തേക്ക് കൊണ്ടുവരാണ്. അവനെ പിടിച്ചു വലിച്ച് ഇപ്പോൾ ഒരു കുരിശിൽ അങ്ങനെ കെട്ടിയിടും. ചിരിക്കുട്ടനാണെങ്കിൽ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഉസോപ്പാൻ ടീം അവരാണെങ്കിൽ ചിരിക്കുട്ടനെ രക്ഷിക്കാനായിട്ട് അങ്ങനെ ഓടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവർ ക്യാപിറ്റലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം ഇനി ഒരിക്കലും അവരുടെ പണം നഷ്ടമാവില്ല. അവരത്രയും കാലവും ബുദ്ധിമുട്ടിയിരുന്ന ആ ഒരു സൈക്കോ കള്ളനെ ഇപ്പൊ പിടിച്ചിരിക്കുകയാണ്. അവന്റെ എക്സിക്യൂഷൻ അത് അധികം വൈകാതെ നടക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ലൂഫിയാൻ ടീം, നാമിയാൻ ടീം അവരാണെങ്കിൽ ഇപ്പോ ചിരിക്കുട്ടൻ്റെ എക്സിക്യൂഷൻ അത് ലൈവായിട്ട് കാണും. അവനാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അവന്റെ മരണം അത് ഇരു കൈ നീട്ടി സ്വീകരിക്കാനായി അങ്ങനെ ചിരിച്ചു നിൽക്കും. മറ്റുള്ള ജനങ്ങളെല്ലാവരും ആ കാഴ്ച കണ്ട് ചിരിക്കുകയാണ്. കാഞ്ചറോ ആണെങ്കിൽ ചിരിക്കുട്ടനെ കണ്ട് ഷോക്കാവും. കാഞ്ചറോ ആണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയാണ്. കട്ട് ചെയ്ത ബാക്കുറ ടൗൺ കാണിക്കും. അവിടെ ഹോൾഡോ ആണെങ്കിൽ ഇപ്പോൾ ഫ്ലവർ ക്യാപിറ്റൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാണ്. മറ്റൊരു ഭാഗത്ത് കിന്നാൻ ടീം അവരാണെങ്കിൽ ഷുട്ടമാരുവെ ആ ഒരു ഫൈറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി കടന്നു വരികയാണ്. അപ്പോഴായിരിക്കും കിന്നിന്റെ കണ്ണിൽ ഇപ്പോൾ ആ ചിരിക്കുട്ടനെ വിഷ്വൽസ് പെടുക. ചിരിക്കുട്ടനെ കണ്ട് കിന്നും ഷോക്കാവും. കുട്ടൻ വർഷങ്ങൾക്ക് മുൻപേ മരണപ്പെട്ടു എന്നാണ് അവർ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്. പക്ഷേ ചിരിക്കുട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള കാര്യം തിരിച്ചറിഞ്ഞ കിന്നാണെങ്കിൽ അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇപ്പൊ ചിരിക്കുട്ടനെ കണ്ട് ഞെട്ടുകയാണ്. അവൻ നിസ്സാരക്കാരനല്ല, ഓർഡന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. വലിയ റീജിയനെ തന്നെ റോഡ് ചെയ്തത് അത് അവനാണെന്ന് പറയും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം അങ്ങനെ ഒരു മനുഷ്യന് ഇത്രയും വലിയൊരു പദവി അലങ്കരിക്കാനായിട്ട് കഴിയുമോ എന്നാണ് ലൂഫിയുടെ സംശയം. പെണ്ണാണെങ്കിൽ ഇപ്പൊ ചിരിക്കുട്ടനെ തന്നെ നോക്കും. കാരണം ഇപ്പോഴാണ് അവനെ ശരിക്കും അവൾ മനസ്സിലാക്കുന്നത്. പണ്ട് ചിരിക്കുട്ടൻ ഒരു സീരിയസ് കുട്ടനായിരുന്നു. ആരുടെയും മുൻപിൽ ചിരിക്കാത്ത ചിരിക്കുട്ടൻ ഇപ്പൊ ഫുൾ ടൈം ചിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആളുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ചിരിക്കുട്ടനാണെങ്കിൽ വളരെ സീരിയസ് ആയി ആ ഒരു ഐലാൻഡിലെ ഒരു പ്രത്യേക വിഭാഗത്തെ അങ്ങനെ നയിക്കുകയാണ്. ഓടനും ചിരിക്കുട്ടനും അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. കൂടുതൽ ടൈമും അവർ ഒരുമിച്ചായിരിക്കും സ്പെൻഡ് ചെയ്യുക. ഓടനാണെങ്കിൽ ചിരിക്കുട്ടനോട് പറയും, അടുത്ത ഈ ഒരു ഐലാൻഡിന്റെ റൂളർ അത് നീയായിരിക്കും. അത് കേട്ട് കൺട്രോൾ പോയി ചിരിക്കുട്ടനാണെങ്കിൽ ഓടന്റെ മുഖത്ത് ആഞ്ഞിട്ടിക്കും. ചിരിക്കുട്ടൻ ദേഷ്യപ്പെട്ട് പറയും, നിന്റെ വംശത്തിലുള്ളവരാണ് ഈ ഒരു ഐലാൻഡ് അത് ഭരിക്കേണ്ടത്, അല്ലാതെ ഞാനോ എൻ്റെ വംശത്തിലുള്ളവരോ അല്ല. അതിനോടനാണെങ്കിൽ തീർത്തു പറയും, എനിക്ക് റൂളർ ആവാൻ തീരെ താല്പര്യമില്ല. പുറത്തു പോകണം, സെയിൽ ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. അത് കേട്ട് ചിരിക്കുട്ടനാണെങ്കിൽ അവൻ്റെ ദേഷ്യം അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അവൻ കൈമടക്കി അറഞ്ചം പുറഞ്ച അടിക്കുകയാണ്. ആദ്യം നീ നല്ലൊരു സാമുറായി മാറ്, അതിനുശേഷം നിന്റെ ലക്ഷ്യങ്ങളുടെ പിന്നാലെ പോ. ഇപ്പൊ നീ ചെയ്യേണ്ടത് ഈ ഐലാൻഡിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, നിന്റെ അറിവില്ലായ്മ മാറ്റുക, കൂടുതൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ ആക്റ്റീവായി നല്ലൊരു റൂളറായിട്ട് മാറുക. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഇപ്പൊ നമ്മുടെ ചിരിക്കുട്ടനെ കാണിക്കും. അവനാണെങ്കിൽ ജനങ്ങളുടെ എല്ലാം മുഖത്തേക്ക് നോക്കുകയാണ്. ജനങ്ങളെല്ലാവരും ഇപ്പൊ അവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ചിരിക്കുട്ടൻ അവൻ ആരാണെന്നും എന്താണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവരാണെങ്കിൽ വേദനയിലും ദുഃഖത്തിലും വിഷമത്തിലും അവനെ നോക്കി കരയാണ്. അതിന് ചിരിക്കുട്ടനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ആരും എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, യാതൊരു കാര്യവുമില്ല. ഞാൻ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. വലിയൊരു മോചനം അത് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതിനു മുൻപ് നിങ്ങളോടും പിന്നെ ആ ഒറോച്ചിയോടും എനിക്ക് അവസാനമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ എന്തൊക്കെയോ പറയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒറോച്ചി അവൻ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ സ്പീഡിൽ നമ്മുടെ ചിരിക്കുട്ടൻ്റെ എക്സിക്യൂഷൻ അത് കാണാനായിട്ട് ആവേശത്തോടു കൂടെ കടന്നു വരികയാണ്. ഇതൊരു ഭാഗത്ത് ജയിലിലുള്ളവര്
ആ ചിരിക്കുട്ടൻ അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിഞ്ഞ് ഇപ്പോൾ ഒരുപാട് വിഷമിക്കും. ഇവിടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവളുടെ പപ്പയുടെ പേര് ഒച്ചത്തിൽ വിളിച്ച് പപ്പയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഓടി വരികയാണ്. അവളുടെ തൊട്ടു പിന്നാലെ വിശ്വസുന്ദരിയും സോറോയും ബ്രൂക്കും അവർ മൂന്ന് പേരും കുഞ്ഞിപ്പെണ്ണിനെ വിളിച്ച് അവളുടെ പിന്നാലെ ഓടുകയാണ്. കറക്റ്റ് സമയത്ത് ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് ശബ്ദം കേട്ട് അവൾ താഴേക്ക് വീഴും. ഈ സമയം ഇവിടെ ഫ്ലവർ ഫീൽഡിൽ ഇപ്പോൾ ചിരിക്കുട്ടൻ ചെയ്ത കുറ്റങ്ങൾ അതൊന്നൊന്നായിട്ട് വിളിച്ചു പറയും. ചിരിക്കുട്ടൻ ഓടൻ ഇവിടെ ഭരിക്കുന്ന കാലത്ത് ഒരു ഗ്രാമത്തിന്റെ തന്നെ ഭരണാധികാരിയായിരുന്നു. അതിനുശേഷം ഒറോച്ചിക്കെതിരായി അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ അവനെതിരെ ഒറോച്ചി സൈന്യം തിരിഞ്ഞു. അവൻ മരിച്ചുപോയെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അവൻ വേഷമൊക്കെ മാറി ഒരു കള്ളനായി മാറി ടവർ ഫീൽഡിലുള്ളവരുടെ ഒരുപാട് പണമൊക്കെ മോഷ്ടിച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്തു. അതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതിനുള്ള ഏറ്റവും ചെറിയ ശിക്ഷ അത് മരണശിക്ഷയാണെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ചിരിക്കുട്ടൻ അവൻ വിളിച്ചു പറയും, "നിർത്തിടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ആക്ച്വലി നിങ്ങൾ അന്വേഷിക്കുന്ന ആ സീരിയൽ കള്ളൻ അത് ഞാനല്ല, അത് മറ്റൊരാളാണ്. ആക്ച്വലി നിങ്ങളുടെ എല്ലാവരുടെയും ഫോക്കസ് അതെന്നിലേക്ക് ലഭിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആദ്യം എനിക്ക് ഇവിടുത്തെ ജനങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. നിങ്ങളെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടാനാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ അത് ഞാൻ ക്രിയേറ്റ് ചെയ്തത്." അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ബ്രേക്കിന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. അത് മറ്റൊന്നുമല്ല, ABC ടൗണിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ ഈ ഒരു ഫ്ലവർ ക്യാപിറ്റൽ ലക്ഷ്യമാക്കി വരികയാണ്. ആ ചീട്ട് വില്ലൻ ബാസിൽ ഹോക്കിങ്സിനാണെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാവും. ചിരിക്കുട്ടൻ അവർ കരുതിയതുപോലെ നിസ്സാരക്കാരനല്ല. അവൻ കാര്യമായിട്ട് പ്ലാൻ ചെയ്താണ് ഇതെല്ലാം തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ജനങ്ങളെല്ലാവരും ഇപ്പൊ ചിരിക്കുട്ടന്റെ പേരൊക്കെ വിളിച്ച് അവനെ രക്ഷിക്കാനായിട്ട് ഓടി അടുക്കുകയാണ്. ഒരു കാരണവശാലും പിന്നെ ഒരിക്കലും ഞങ്ങൾ മരണത്തിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ച് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം ഇടിച്ച് തെറിപ്പിച്ച് അവരങ്ങനെ മുൻപോട്ടേക്ക് പോകും. ജനങ്ങൾക്കിടയിലൂടെ നാമിയ ടീമാണെങ്കിൽ ഇപ്പോ റൂഫ് ടോപ്പിലൂടെ ചാടി ഓടി അവനെ രക്ഷിക്കാനായിട്ട് പാഞ്ഞടുക്കും. ഉസോപ്പാണെങ്കിൽ ഒരു കരടിപ്പുറത്തൊക്കെ കയറി അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. അതുമാത്രമല്ല, വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലുള്ള ജനങ്ങളും ഇപ്പൊ അവിടേക്ക് ഓടി അടുക്കുകയാണ്. ആക്ച്വലി ഒറോച്ചി ചെയ്ത ഒരു വലിയ അബദ്ധം സ്നെയിലിലൂടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ലോകത്തിൽ കാണിച്ചു കൊടുത്തു. അതാണ് ഇത്തരത്തിലുള്ള വലിയൊരു തിരിച്ചടി അവനിപ്പോൾ കിട്ടിയത്. ഇവിടെ ചിരിക്കുട്ടനാണെങ്കിൽ ജനങ്ങളോട് വിളിച്ചു പറയും, ആക്ച്വലി ഈ ഒരു വാനോ കിൻഡത്തിന്റെ സൗന്ദര്യം അത് നിങ്ങൾ കാണുന്നില്ലേ? കൊസുക്കി ക്ലാനിലുള്ളവരും സാധാരണ ജനങ്ങളും നമ്മളെല്ലാവരും ചേർന്നാണ് ഈ വാനോ കിൻഡത്തെ ഈ ലെവലിൽ എത്തിച്ചത്. ഒറോച്ചിയും അവന്റെ മാസ്റ്റർ കൈഡോയും അവർ വന്നതിന് ശേഷം നമ്മുടെ ഐലാൻഡ് അത് പൂർണ്ണമായിട്ടും നാശത്തിന്റെ വക്കിലാണ്. മാത്രമല്ല, പട്ടിണിയും ദാരിദ്ര്യവും അങ്ങനെ ഒരു കഷ്ടപ്പാടും ഇല്ലായിരുന്ന നമുക്ക് ഇപ്പോൾ തീർത്താൽ തീരാത്ത പട്ടിണിയും ദാരിദ്ര്യവും മാത്രമാണ്. ചിരിക്കുട്ടന്റെ വാക്കുകൾ അത് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് അവരുടെ കോൺഫിഡൻസും സന്തോഷവും പ്രതീക്ഷയും അതങ്ങനെ കൂടി വരും. അവരെ എല്ലാവരെയും ഒറോച്ചിക്കെതിരായിട്ട് ഇപ്പൊ ചിരിക്കുട്ടൻ പതിയെ ഡൈവേർട്ട് ചെയ്യാണ്. ഇവിടെ ഒറോച്ചിക്ക് ചിരിക്കുട്ടന്റെ പ്ലാൻ മനസ്സിലാവും. അവൻ എത്രയും വേഗം ചിരിക്കുട്ടനെ തകർക്കാനായിട്ട് അങ്ങനെ സ്പീഡിൽ ആ ഒരു പല്ലക്കിൽ മുൻപോട്ടേക്ക് വരും. ചിരിക്കുട്ടനാണെങ്കിൽ നിർത്താതെ ഓരോരോ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ കൃഷിയിടങ്ങള്, നമ്മുടെ അരുവി, അങ്ങനെ എല്ലാം ഈ ഒറോച്ചി നശിപ്പിച്ചു. ഇത്രയും സുന്ദരമായിരുന്ന നമ്മുടെ വാനോ കിൻഡത്തെ മൊത്തമായും ഇല്ലാതാക്കിയത് ആ ഒറോച്ചി തന്നെയാണ്. ഒറോച്ചിക്കാണെങ്കിൽ ഇത് കേൾക്കുന്തോറും അവന്റെ ദേഷ്യം കൂടും. ഇവിടെ ജനങ്ങൾക്കും ഡോഗ് കിങ്ങിനും കാറ്റ് കിങ്ങിനും അത് കേട്ട് പഴയ നൊസ്റ്റാലജിയൊക്കെ വന്ന് അവർ വിഷമിച്ച് നിൽക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇതെല്ലാം കേട്ട് അവളുടെ പപ്പയുടെ അടുത്തേക്ക് ഓടിയടുക്കും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഉച്ചത്തിൽ അവളുടെ പപ്പയുടെ പേര് വിളിക്കും. അത് കേട്ട് നമ്മുടെ ചിരിക്കുട്ടനാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനെ നോക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് അവരെല്ലാവരും ഗണ്ണ് ചിരിക്കുട്ടന് നേരെ എയിം ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.